നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിന്റെ കാര്യത്തില് ഞങ്ങൾക്കുണ്ടല്ലോ കുറെ ഉത്തരവാദിത്തങ്ങൾ. അതാണ്. അല്ല, അച്ഛൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല അങ്കളെ. എന്റെ ഇന്ദ്രേട്ടന്റെ വിവാഹം ഒരുക്കി കഴിഞ്ഞതല്ലേ. ഇതിപ്പോ ഒരു റീയൂണിയൻ മാത്രമല്ലേ. അതിനുവേണ്ടി ആരുടെയും സമയം മെനക്കെടുത്തണ്ടെന്ന് അച്ഛൻ വിചാരിച്ചു കാണൂ. അപ്പൊ താലികെട്ടിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്താൻ അമ്മാവൻ ശബരിയെ വിളിച്ച് പറഞ്ഞതോ? അവൻ ജോലിയൊന്നുമില്ലാതെ ചുമ്മാ നടക്കുകയാണ് അവിടെ. ഇതമ്മാവൻ എന്നെ മനഃപൂർവ്വം അവഗണിക്കുന്നതാനു. അങ്ങനെ നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല രഘു. നീ നിന്നെ തിരുത്തുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും. രഘുവേട്ടാ, അച്ഛന് ഉറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അച്ഛന് മാറി ചിന്തിക്കാനുള്ള സമയം നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കണം. നമ്മൾ തന്നെ ക്ഷമയോടെ അദ്ദേഹത്തെ മാറ്റിയെടുക്കണം. ഞാനിപ്പോ എന്താ വേണ്ടത്? ഇവിടുന്ന് തിരിച്ചു പോണോ? അല്ലെങ്കിൽ നാളെ നിന്റെ താലികെട്ടിൽ പങ്കെടുക്കാതിരിക്കണോ? എന്തിനാ? അതൊക്കെ രഘുവേട്ടന്റെ അവകാശമല്ലേ. അങ്കിള് പറഞ്ഞ പോലെ നാളെ നമ്മൾ ഒന്നിച്ച അമ്പലത്തിലേക്ക് പോകുന്നത്. താലികെട്ടിന് എല്ലാവരും ഉണ്ടാവുകയും വേണം. അതൊക്കെ അച്ഛൻ ആവശ്യപ്പെടണമെന്ന് വാശി പിടിക്കാതിരുന്നാ മാത്രം മതി. ഇതിപ്പോ എന്റെ ആവശ്യമല്ലേ, ഞാൻ പറഞ്ഞിരിക്കുന്നു, അതുപോലെ. മതി രഘു, അത് മതി. നമ്മളിനിപ്പോ ഇതിനുവേണ്ടി ബലം പിടിച്ചാലേ അത് അണ്ണന്റെ BP കൂട്ടും. നമുക്ക് ചെറുതായിട്ട് സംഭവിച്ച തെറ്റിന് അണ്ണൻ ഇങ്ങനെയെങ്കിലും നമ്മളെ ശിക്ഷിക്കട്ടെ, അല്ലേ? ഇത് അണ്ണന് നമുക്കും ഒരു ആശ്വാസമായിട്ട് കണ്ടാൽ മാത്രം മതി. രഘുവേട്ടാ, അങ്കിളിന്റെ മുറിയിലേക്ക് കൊണ്ടുപോ. രണ്ടാളും ഫ്രഷായി വരുമ്പോഴേക്കും ഞാൻ കഴിക്കാൻ എന്തേലും ഉണ്ടാക്കാം. ശരി എന്നാ. ആ